പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാൻ, മഹിമപ്പെടുത്തുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും തന്ന കർത്താവിന് മഹത്വം അർപ്പിക്കാം. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിലുണ്ടായിരുന്ന ഒരുപാട് പേർ, നമ്മുടെ സമപ്രായക്കാർ, നമ്മളോടൊപ്പമുള്ളവർ ഇന്ന് ലോകത്തിലില്ല. വീണ്ടും ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്നത് ചിലതുകൂടെ നമ്മളെ കൊണ്ട് നിവർത്തിക്കാൻ, ചില ഉത്തരവാദിത്വങ്ങൾ, ചില ക്രമീകരണങ്ങളുടെ നമ്മളെ കൊണ്ട് വരുത്തിക്കുവാൻ ദൈവത്തിന് പ്രസാദമുള്ളതുകൊണ്ട് ദൈവം ആയുസ്സിനെ ആരോഗ്യത്തെയും തന്ന്, ബലത്തെ തന്ന്, ശക്തിയും മനസ്സിന് ഉറപ്പും തന്ന് ഒരു ദിവസം കൊണ്ട് ശേഷിപ്പിച്ച ദൈവകൃപയ്ക്കായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവിന് നന്ദി കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമുക്ക് ആരംഭിക്കുന്നതിനായി ദൈവവചന ധ്യാന ചിന്തയിലേക്ക് കിടക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 49. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. ആ ഒരൊറ്റ വാക്ക് മാത്രം അടർത്തിയെടുത്ത് അതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ഭാഗം നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം. മറിയയുടെ അടുക്കൽ യേശു കർത്താവ് പ്രത്യക്ഷനായി ആ പ്രവചന നിവർത്തി എന്ന വണ്ണം 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനം നിവർത്തിക്കുവാൻ തക്കവണ്ണം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ച് അവനെ യേശു, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണമെന്ന് പറഞ്ഞ ആ വചനത്തിന് നിവർത്തിയായി മറിയയ്ക്ക് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും അതിനുശേഷം ചാർച്ചക്കാരിയായി എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ പിള്ള ഉള്ളത്തിൽ തുള്ളുകയാണ്. അവരുടെ ആ ഉദരത്തിൽ വഹിക്കുന്ന ജീവനുകൾ ആത്മാവില് തുള്ളി ആ വന്ദനസ്വരം കേൾക്കുന്നതും പരസ്പരം വന്ദനം ചെയ്യുന്നതും തിരിച്ച് എലിസബത്ത്, അതായത് ചാർച്ചക്കാരിയായി എലിസബത്ത് മറിയെ കണ്ടിട്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എങ്ങനെ എന്നോട് വന്ദനം ചെയ്യുന്നു എന്ന് പറഞ്ഞ്, അപ്പോൾ സ്ത്രീകൾ എല്ലാവരും എന്നെ പുകഴ്ത്തി ഞാൻ ഭാഗ്യവതി എന്ന് പറഞ്ഞ് മറിയയുടെ ദൈവസന്നിധിയിലുള്ള ഒരു നന്ദിയും പ്രാർത്ഥന ഒരു പാട്ടായിട്ട് ആ പാട്ടിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ഭാഗമാണ് 1-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യം. അതിന് 46 തുടങ്ങി 54 വരെയുള്ള വാക്യങ്ങൾ മറിയ ദൈവസന്നിധിയിൽ നന്ദി പറയുന്ന, കർത്താവ് ചെയ്ത ആ വലിയ കാര്യങ്ങൾക്ക്, മറ്റാർക്കും കൊടുക്കാത്ത സൗഭാഗ്യം കൊടുത്തതിന് ആ സ്ത്രീകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് പറഞ്ഞു തുടങ്ങിയ ആ അതിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തതാണ് ഈ വചനം. ഇന്ന് ഈ വചനം, ഈ 49-ാമത്തെ വാക്ക്, അത് നമ്മളോട് സംസാരിക്കുന്ന വചനമായി. അന്ന് മറിയയ്ക്ക് ചെയ്ത അതേ കാര്യങ്ങൾ, അതുപോലെയുള്ള അതേ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതുപോലെയുള്ള ശക്തമായ കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആ മറിയ ഇങ്ങനൊരു വാക്ക് പറയുക, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഇതൊരു സാക്ഷ്യമാണ്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ ഒരു സാക്ഷ്യമാണ്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം പല കാര്യങ്ങളെ ഒരു മിനിറ്റ് നമ്മുടെ തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ ബാക്കിലിട്ടൊന്ന് നോക്കിയാൽ, നമ്മുടെ സാഹചര്യത്തെ ഒന്ന് നോക്കിയാൽ, ഇന്ന് ഒത്തിരി പ്രാർത്ഥനകളുണ്ട്, മറുപടിയുണ്ട്, ഒത്തിരി ഞരക്കങ്ങളുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാ കുഞ്ഞെ ഇന്ന് ആയുസ് നീട്ടി ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ടാ ജീവിച്ചിരിക്കുന്നത്. നിരപരാധികളായി ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു, വഴിയെ നടന്നു പോകുന്നവർ ആക്സിഡന്റിൽ പെട്ടുപോകുന്നു, യാത്ര ചെയ്യുന്നവർ ആക്സിഡന്റിൽ പെട്ടുപോകുന്നു. പക്ഷേ ദൈവം നിന്നെക്കുറിച്ച് ചില പദ്ധതികൾ ആലോചിക്കുന്നു, ചില ദൗത്യങ്ങളൂടെ നിന്നെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിന്റെ തലമുറകൾക്ക് വേണ്ടി, അല്ലെ മാതാപിതാക്കൾക്ക് വേണ്ടി നിന്നെ ജീവിപ്പിക്കണമെന്നും ചിലരോടുകൂടെ സുവിശേഷം പറയണമെന്നും നിനക്കൊരു ദൗത്യമുണ്ടെന്നും ദൈവം തമ്പുരാൻ അറിയാവുന്നത് കൊണ്ട് ആയുസ്സിനെ ശേഷിപ്പിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തകർന്നു പോകേണ്ട, ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോകേണ്ട, തകർന്നു തരിപ്പണമായി പരസ്യക്കോലമാകേണ്ട ഇടങ്ങളിൽ ദൈവം കരം പിടിച്ചു നിർത്തിയിരിക്കുന്ന ആ സ്നേഹം ഓർത്തിട്ട് പറയുന്ന കാര്യം ദൈവത്തോട്, ആ മറിയോട് ചേർന്ന് പറയാം, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കലേ പത്രോസിനോട് യേശു കർത്താവ് കടലിന്റെ മീതെ നടന്നു വരിക, കാറ്റും കോളും കൊണ്ട് ശിഷ്യന്മാർക്ക് തണ്ട് വലിക്കാൻ പറ്റാതെ, അക്കരെ പോകാൻ പറ്റാതെ അതിനകത്ത് ഭാരപ്പെടുമ്പോ യേശു പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാനാ. കടലിന്മേൽ നടന്നു വരുന്ന യേശുവിനെ കണ്ട് ഭയപ്പെട്ട ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, ഇത് ഞാനാകുന്നു. അപ്പോ ഉടനെ പത്രോസ് ചോദിച്ചു,
കർത്താവെ നീയാകുന്നോ? എന്നാൽ ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ, വെള്ളത്തിന്റെ മേളിൽ നടക്കുന്നത്. ഞാനും കൂടെ നടന്നു വരട്ടെ? യേശുവിന് മറുപടി, നീ നടന്നു വാ, നീ നടന്നു വാ. യേശു ഇറങ്ങി ചവിട്ടി നടക്കാൻ തുടങ്ങി. വെള്ളത്തിൽ സ്റ്റെപ്പ് വെച്ച് 1, 2, 3. പെട്ടെന്നാണ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയ പത്രോസ് പെട്ടെന്നാണ് ആ ആ തിരമാലകളെയും, ഇത് ഞാൻ നടക്കുന്നത് വെള്ളമാണല്ലോ എന്ന് ചിന്തിച്ചപ്പോ പെട്ടെന്ന് താഴ്ന്നുപോയി. പാദങ്ങൾ അങ്ങ് താഴ്ന്നുപോയി. കർത്താവ് കരം നീട്ടി പത്രോസിനെ പിടിച്ചു. പ്രിയരെ, യേശുവിന്റെ വാക്കാണോ ആ വെള്ളം, ആ പ്രതിസന്ധിയാണോ വലുത്? ഇവിടെ ചോദ്യമുണ്ട്. ഇവിടെ ഒരു വാക്കുണ്ട്, യേശുവിന്റെ വാക്കാ വലുത്. യേശുവും ആ വാക്കുമാണ് കുഞ്ഞെ വലുത്. നിന്റെ യാത്രയ്ക്കകത്ത് യേശുവും ആ വാക്കുമാ വലുത്. യേശുവിന്റെ വാക്ക്. നീ കാല് താഴ്ന്നു പോകുമ്പോ കരത്തിൽ പിടിക്കുന്ന യേശു നിന്റെ കൂടെയുണ്ട്. കയറി നിന്ന്, അതേ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന പത്രോസിന് പറയാം, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. മറിയ പറയുന്നു, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. പ്രായാധിക്യത്തിലിരിക്കുന്ന എലിസബത്ത് അമ്മച്ചിക്ക് യോഹന്നാൻ എന്ന ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ അമ്മച്ചി പറയും, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അബ്രഹാമും സാറയും പറയും, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം വായിച്ചു നോക്കുമ്പോൾ ഓരോ ഭാഗത്തും ദൈവഭക്തൻ പറയുന്ന വാക്കാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. സിംഹക്കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്നിരിക്കുന്ന ദാനിയേൽ ആ വാക്ക് പറയും, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അണലി ചാടിച്ച കയ്യെ ചുറ്റി അതിനെ തീയെ കുടഞ്ഞു കളഞ്ഞ പൗലോസ് പറയും, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. കർത്താവ് കരത്തിൽ പിടിച്ച് വെള്ളത്തിന് മുകളിൽ നിർത്തിയിരിക്കുന്ന പത്രോസ് പറയുന്ന വാക്കാ. കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന പത്രോസ് പറയുന്ന വാക്ക്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ വലിയവ ചെയ്തിരിക്കുന്നു. എസ്തേറിനോട് ചോദിച്ചാൽ ഈ വാക്ക് പറയും, രൂത്തിനോട് ചോദിച്ചാൽ അതേ വാക്ക് പറയും, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. കുഞ്ഞെ, ഈ ശക്തനായവനെ വിടാതെ ആ പ്രാർത്ഥനയുടെ സാമീപ്യത്തിൽ കർത്താവിന്റെ കരം പിടിച്ച് ആ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകാതെ അതിനകത്ത് നടക്കാമോ? നിനക്ക് ശക്തനായവൻ വലിയവ ചെയ്യും. എപ്പോഴാ നിനക്ക് ആ സാന്നിധ്യം പോകുന്നേ, അവിടെ നീ തകർന്നു പോകും. എന്നാൽ കൂരിരുളുടെ താഴ്വരയിൽ കൂടി നടന്നാലും അവിടെ അനർത്ഥം ഭയപ്പെടാത്ത ദാവീദ് പറയും, കാര്യം ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്യും. ഹല്ലേലൂയ. നീ വചനം കേൾക്കുമ്പോൾ സാഹചര്യം എന്തു തന്നെ ആകട്ടെ, തകർച്ചയുടെ അല്ലെങ്കിൽ വേദനയുടെ, വേദനപ്പെടുത്തുന്ന, പരിഹസിക്കപ്പെടുന്ന ഏത് വക്കിലുമാകട്ടെ, അതിന്റെ നടുവിൽ കർത്താവിന്റെ കരം നിന്നെ പിടിച്ചിട്ടുണ്ടോ? നീ കർത്താവിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടോ? നീ ആ മുഖത്തേക്ക് നോക്കുന്നുണ്ടോ? ആ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? നീ ഉറച്ചു വിശ്വസിച്ചോ? നീ പറഞ്ഞോ, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ശക്തനായവൻ നിനക്ക് വലിയവ ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ആ വലയത്തിനകത്ത്, ആ സർക്കിളിനകത്ത്, ആ പരിധിക്കകത്ത്, ആ പ്രസൻസിനകത്താകാം ശക്തനായവൻ നിശ്ചയമായിട്ടും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ കർത്താവ്, ആ ശക്തനായവൻ നിനക്ക് വേണ്ടി വലിയവ ചെയ്യും. ദൈവത്തിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. മറിയെ പറഞ്ഞതുപോലെ ആ കർത്താവ് ഞങ്ങളോട് കൂടിയിരിക്കുകയും ശക്തനായവൻ ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, പരിപാലിക്കുന്ന കർത്താവ്, ഞങ്ങളെ കുറിച്ചുള്ള ദൗത്യം നിർവഹിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിക്കായി നന്ദി പറയുന്നപ്പാ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. അവിടുത്തെ ഉദ്ദേശം ഈ കേൾക്കുന്ന സകല പേരിലും അവിടെ നിവർത്തിക്കുന്നതിനായി സ്തോത്രം. ശക്തനായവൻ കൂടെ ഇരിക്കുന്നതിനായി നന്ദി പറയുന്നപ്പ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിരിക്കാൻ സ്തോത്രം. എല്ലാ അനുഭവത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടി ഇരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ മറയ്ക്കപ്പെടട്ടെ. God bless you. Thank you so much.